കാഫിർ സ്ക്രീൻഷോട്ട് വിവാദത്തിൽ സൈബർ ഗ്രൂപ്പുകളെ തള്ളിപ്പറഞ്ഞ് പ്രതിരോധം തീർത്ത CPM. പോരാളി ഷാജിയല്ല ഇടതുപക്ഷമെന്നും പാർട്ടി നേരത്തെ തന്നെ തള്ളിപ്പറഞ്ഞവരെക്കുറിച്ചുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നതെന്നും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. UDFന്റെ തെറ്റായ പ്രചാരണത്തിന്റെ ഭാഗമാണ് കാഫിർ സ്ക്രീൻഷോട്ട് വിവാദമെന്നും അദ്ദേഹം വാദിച്ചു. തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു MV ഗോവിന്ദൻ. വടകര ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിവാദമാണ് ഇപ്പോൾ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നത്. കാഫിർ വിഷയത്തിൽ ആദ്യം പരാതി നൽകിയത് LDF ആയിരുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു. യഥാർത്ഥ കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം. പോരാളി ഷാജിയാണോ ഇടതുപക്ഷം എന്ന് ചോദിച്ച അദ്ദേഹം അന്വേഷണം നടത്തി പോലീസ് സത്യം കണ്ടെത്തട്ടെ എന്നും CPMന് ഒന്നും കളിക്കാനില്ലെന്നും പറഞ്ഞു. യഥാർത്ഥ പ്രതികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക തന്നെ ചെയ്യും. CPMന് ഒന്നും ഒളിക്കാനുമില്ല. അത്തരം ആശയം പ്രചരിക്കാനല്ല KK ലതിക അത് ഷെയർ ചെയ്തത്. നാടിന് ആപത്താണെന്ന് സൂചിപ്പിക്കുകയായിരുന്നു അതിലൂടെ. നാടിനെ രക്ഷിക്കാനുള്ളതായിരുന്നു, തകർക്കാനുള്ളതായിരുന്നില്ല KK ലതികയുടെ പോസ്റ്റ്. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. CPMന് ഇത്തരം നിലപാട് സ്വീകരിക്കേണ്ട കാര്യമില്ല. CPMന്റെ പേര് ഉപയോഗിക്കുന്ന നിരവധി വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട്. അതിനെയെല്ലാം നേരത്തെ തന്നെ തള്ളിപ്പറഞ്ഞിട്ടുണ്ട്. പുറത്തുവന്ന പേരുകളിൽ ഒന്നും പാർട്ടിയുമായി ഔദ്യോഗിക ബന്ധമില്ല. ഇടതുപക്ഷത്തെ പ്രതിക്കൂട്ടിൽ നിർത്തേണ്ട ഒരു കാര്യവും കാഫിർ വിവാദത്തിലില്ല. ഇതുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും പുറത്തുവരട്ടെ. വിവാദത്തിന്റെ ഗുണഭോക്താക്കൾ CPM അല്ല. റെഡ് എൻകൗണ്ടർ ഗ്രൂപ്പ് അഡ്മിൻ ആളെ അറിയാമെങ്കിൽ പറയട്ടെ. CPMന്റേതല്ലാത്ത എന്നാൽ പേര് അവകാശപ്പെടുന്ന പല ഗ്രൂപ്പുകളുമുണ്ട്. അതിലൊന്നാണ് പോരാളി ഷാജി. വടകരയിൽ UDF നടത്തിയ തെറ്റായ പ്രചാരണ സംസ്കാരമാണ് അതിലേക്ക് നയിച്ചത്. കാഫിർ സ്ക്രീൻഷോട്ട് പ്രശ്നം വിശദമായി വിശകലനം ചെയ്തിരുന്നു. ഒറ്റപ്പെട്ട പ്രശ്നമായാണ് ചിലർ അതിനെ സമീപിക്കുന്നത്. അതു ശരിയായ നിലപാടല്ല. മണ്ഡലത്തിൽ അശ്ലീല പ്രചാരണങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഇതെല്ലാം നടക്കുന്നത്. വടകര സ്ഥാനാർത്ഥിയായി UDFന്റെ ഷാഫി പറമ്പിൽ വന്നയുടൻ തന്നെ ആദ്യ പ്രതികരണം കേരളത്തെ പ്രതിസന്ധികളിൽ സഹായിച്ച ടീച്ചറമ്മ എന്ന പേരിനെ ആക്രമിച്ചുകൊണ്ടായിരുന്നു. വളരെ പരിഹാസത്തോടെയായിരുന്നു ആ പ്രയോഗം നടത്തിയത്. വ്യക്തിപരമായ അധിക്ഷേപവുമുണ്ടായി. വ്യക്തിഹത്യയുടെ തലത്തേക്കു തങ്ങൾ നീങ്ങാൻ പോവുകയാണെന്ന് വ്യക്തമാക്കുന്ന തരത്തിലായിരുന്നു പിന്നീടുണ്ടായ സംഭവങ്ങളെല്ലാം. മുസ്ലിം സമുദായം മുഴുവൻ തീവ്രവാദികളാണെന്ന് ശൈലജ ടീച്ചർ പറഞ്ഞുവെന്ന പ്രചാരണമുണ്ടായി. അത് ശുദ്ധ അസംബന്ധമായിരുന്നു. പ്രചാരകൻ തെറ്റായ രീതികൾ പ്രചരിപ്പിച്ചുവെന്ന് ടീച്ചർ പ്രസ്താവിച്ചെന്നും പ്രചാരണമുണ്ടായി. ലവ് ജിഹാദ് വിഷയത്തിൽ RSSന്റെ നിലപാടാണ് ശൈലജ ടീച്ചർക്കുള്ളതെന്ന തരത്തിലുള്ള പ്രചാരണവുമുണ്ടായി. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ ലെറ്റർ പാഡ് വ്യാജമായി നിർമ്മിച്ചും ടീച്ചർക്കെതിരെ ഉപയോഗിച്ചു. പാനൂർ ബോംബ് കേസിലെ പ്രതികൾക്കൊപ്പം ടീച്ചർ നിൽക്കുന്ന ചിത്രം വ്യാജമായി നിർമ്മിച്ചു പ്രചരിപ്പിച്ചു. ഇതെല്ലാം വ്യാജ സൃഷ്ടിയാണെന്ന ടീച്ചറുടെ അഭിമുഖങ്ങളും പ്രതികരണങ്ങളും വന്നു. AI സംവിധാനം വളർന്നതോടെ തെരഞ്ഞെടുപ്പ് കാലത്ത് തെറ്റായ പ്രചരണങ്ങൾ നടത്തുന്നു. കള്ളപ്രചരണങ്ങളെ തുറന്നുകാട്ടുക പ്രധാനമാണ്. ഇടതുപക്ഷത്തിന്റെ മതേതര നിലപാട് ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് മാത്രമുള്ളതല്ല. കോലീബി സഖ്യത്തിന്റെ അരങ്ങേറ്റം കുറിച്ച മണ്ഡലമായിരുന്നു വടകര. വ്യാജ വാർത്തയും വ്യാജ ID കാർഡുമെല്ലാം നിർമ്മിക്കുന്നത് UDF ആണെന്നും MV ഗോവിന്ദൻ ആരോപിച്ചു.